ആൻഡ് എനിക്ക് പടം വന്ന സമയത്ത് ഞാൻ മെൻ്റലി കുറച്ചൊരു ഡൗൺ പീരീഡിലായിരുന്നു. സത്യൻ സർ എന്നോട് ആദ്യം പറഞ്ഞത് നമ്മുടെ സെറ്റ് ഒരു ഫാമിലി പോലെയാണ്. ഓക്കെ. ആൻഡ് ദാറ്റ് റിയലി ടച്ച്ഡ് മീ സംവെയർ. ആൻഡ് ഐ വാസ് ലൈക്ക് സർ ആക്ച്വലി എനിക്ക് ഈ ലൈഫിൽ എൻ്റെ കരിയറിൽ ഈ ഒരു പോയിന്റിൽ വേണ്ടത് അതാണ്. നമുക്കൊരു 1 bedroom ഫ്ലാറ്റ് ആയിരുന്നു ആ സമയത്ത്, ചെറിയ കുട്ടിയാവുന്ന സമയത്ത്. ആൻഡ് അപ്പോൾ almost every afternoon, and whenever Achan was at home, whenever he was not working, my parents every afternoon would watch Malayalam movies. Asianet, Surya TV, Gandhinagar 2nd Street, Patana Pravesham, all of these movies we used to just keep, Nadodi Kaate, we used to keep watching it on loop. അപ്പോൾ എനിക്ക് ഞാൻ കുറേ മലയാളം ഫിലിംസ് കണ്ടുകൊണ്ടാണ് വളർന്നത്. I remember Fahad reaching out to me, saying that he really liked my performance, and to get a compliment from someone like Fahad Fasil, that's really saying something, you know. Yes. One of the best actors in the world right now. So ഈ ബോഡി ഷേമിങ് എപ്പോഴും വളരെ കോമൺ ആണ്. എനിക്ക് ഐ ഡോണ്ട് നോ ഇഫ് ഐ ഷുഡ് നെയിം പീപ്പിൾ, ബട്ട് ഇപ്പം യങ് ആയിട്ടുള്ള മലയാളത്തിലൊക്കെ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ആക്ട്രസ് ഉണ്ട്. And I keep seeing people body shame her, saying she's so thin. You know, and she's a very pretty girl. She looks beautiful. She's an amazing performer. Malavika Mohanan നമ്മുടെ കൂടെ. ഹായ് മാളവിക. ഹായ്. ഈ ഓണം സ്പെഷ്യൽ ആയിരിക്കുമല്ലോ അല്ലേ? ഒരു ഓണം റിലീസ്, അതും സത്യൻ മോഹൻലാൽ ഒരു എവർ ഹിറ്റ് കോമ്പോയുടെ കൂടെ. ഡെഫിനറ്റ്ലി. എന്താ അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി? എങ്ങനെ ഫീൽ ചെയ്യുന്നത്? ഞാൻ ഈ പടം സൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് അത് പ്രോസസ്സ് ചെയ്യാൻ, ഡൈജസ്റ്റ് ആവാൻ തന്നെ കുറച്ച് വീക്സ് എടുത്തിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഐ എം ഡൂയിങ് എ സത്യൻ അന്തിക്കാട് മോഹൻലാൽ ഫിലിം. അപ്പോൾ എനിക്ക് സംവെയർ അത് ഇതുവരെയും ഒരു അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എനിക്ക് ഇപ്പോഴും ഹിറ്റായിട്ടില്ല. ഐ തിങ്ക് റിലീസായി കഴിഞ്ഞിട്ടായിരിക്കും അതിൻ്റെ ഒരു വെൻ ഐ സീ ദ ഫിലിം, വെൻ ഐ സീ അതർ പീപ്പിൾ സീ ദ ഫിലിം, ചിലപ്പോൾ അപ്പോഴായിരിക്കും അതിൻ്റെ ഒരു because they are icons, right? Yes. I remember എൻ്റെ ചെറുപ്പകാലത്ത് one of my favorite films used to be Patana Pravesham. Okay. And I used to keep rewatching it over and over. അപ്പോൾ ഇത്രയും ഡെക്കേഡ്സ് കഴിഞ്ഞ് ആ സെയിം ഡുവോൻ്റെ കൂടെ കൊളാബറേറ്റ് ചെയ്യാൻ പറ്റുന്നു, 2 ലെജൻസിൻ്റെ കൂടെ കൊളാബറേറ്റ് ചെയ്യാൻ പറ്റുന്നു, അവരുടെ കൂടെ ഒരു 3-4 months ഷൂട്ട് ചെയ്യാൻ പറ്റുന്നു, ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നു. ഫോർ മീ ദാറ്റ് ഇറ്റ് സെൽഫ് ഇസ് വെരി സർറിയൽ. യെസ്. ഈ ഹൃദയപൂർവ്വത്തിലേക്ക് വിളിക്കുമ്പോഴേ എന്താ തോന്നിയത്? ആ മൊമെൻ്റ് ഉണ്ടല്ലോ, മാളവിക ഇതിൽ വരുന്നോ എന്ന് ചോദിക്കുമ്പോൾ എന്താ തോന്നി? എന്നെ ആദ്യം അപ്രോച്ച് ചെയ്തത് എൻ്റെ ഒരു ഗായത്രി സ്മിത പറഞ്ഞ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ക്ലോസ് ഫ്രണ്ടാണ്. ആൻഡ് ഷീ ഈസ് ഓൾസോ വെരി ക്ലോസ് ഫ്രണ്ട്സ് വിത്ത് അഖിൽ സത്യൻ. ഓക്കെ. അപ്പോൾ സ്മിതയാണ് എന്നെ കോൺടാക്ട് ചെയ്യുന്നത്. അഖിലിന് മാളവികയുടെ നമ്പർ വേണം, റീച്ച് ഔട്ട് ചെയ്യണം, ഒരു പടത്തിന് വേണ്ടിയാണ്. അപ്പോൾ ആദ്യം എനിക്ക് തോന്നിയത് ഇത് അഖിലിൻ്റെ പടത്തിന് വേണ്ടിയാണ് റീച്ച് ഔട്ട് ചെയ്യുന്നതാണ്. പിന്നെ ഞാൻ ആ സമയത്ത് ഒരു ഹെക്ടിക് ഷൂട്ട് പീരീഡിലായിരുന്നു. അപ്പോൾ എനിക്ക് അധികം ആലോചിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ മെസ്സേജ് ചെയ്യേണ്ടി ഓക്കെ ഷുവർ ഓക്കെ പറഞ്ഞ് പിന്നെ എന്നെ അഖിൽ കോൺടാക്ട് ചെയ്തു നെക്സ്റ്റ് ഡേ. ആൻഡ് അഖിൽ വാസ് ലൈക്ക് ഇറ്റ്സ് ഫോർ എ മൂവി, നമ്മുടെ ഫെബ്രുവരിയിലാണ് ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്, എൻ്റെ അച്ഛനാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. അപ്പോഴാണ് എനിക്ക് വാസ് ലൈക്ക് വെയിറ്റ്, ഇതൊരു ഔട്ട് ഓഫ് സിലബസ് സ്റ്റേറ്റ്മെന്റ് ആണല്ലോ, ഇത് ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല. ആൻഡ് ദാറ്റ്സ് വെൻ ഐ റിയലൈസ് ദാറ്റ് ഇറ്റ്സ് എ സത്യൻ അന്തിക്കാട് ഫിലിം. ആൻഡ് അപ്പാർട്ട് ഫ്രം ദ ഫാക്ട് ദാറ്റ് സത്യൻ സർ ഇസ് എ ലെജൻഡറി ഫിലിം മേക്കർ, നമ്മൾ സത്യൻ സാറിനെ കുറിച്ച് ചെറുപ്പം മുതലേ ഈ അസോസിയേറ്റ് ചെയ്യുന്നതും സത്യൻ സാർ വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള, ഇപ്പം പ്രോമിനൻ്റ് ആയിട്ടുള്ള ആക്ട്രസസിനെ ലോഞ്ച് ചെയ്തത് സത്യൻ സാറാണ്. ലൈക്ക് നയൻതാര വാസ് launched by him. Asin. Meera Jasmine became a star through, by doing a lot of his films. And also the fact that ഈ മലയാളത്തിൽ നമ്മൾ കണ്ട കുറേ ബ്യൂട്ടിഫുള്ളി റിട്ടൺ ആയിട്ടുള്ള ഫീമെയിൽ ക്യാരക്ടേഴ്സ് ഒക്കെ കുറേയൊക്കെ സത്യൻ സാറിൻ്റെ ക്യാരക്ടേഴ്സാണ്. സത്യൻ സാർ ഫീമെയിൽ ക്യാരക്ടേഴ്സിനെ പോർട്രേ ചെയ്യുന്ന ഒരു രീതി വളരെ വളരെ ഭംഗിയുള്ളൊരു രീതിയാണ്. വളരെ ഇമ്പോർട്ടൻസ്, ഫീമെയിൽ ക്യാരക്ടേഴ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ഡയറക്ടറാണ്. ആൻഡ് ഇപ്പോഴത്തെ ജനറേഷനിൽ ആസ് എ ഫീമെയിൽ ആക്ടർ എനിക്ക് എപ്പോഴും ഫീൽ ആവാറുണ്ട്, ഇപ്പോഴത്തെ ജനറേഷൻ ആക്ച്വലി ഇപ്പോഴത്തെ കുറേ മേക്കേഴ്സ് ബാക്ക്വേർഡ്സ് പോവാണ് ഇൻ ടേംസ് ഓഫ് ഹൗ ദേ റൈറ്റ് ആൻഡ് പോർട്രേ ഫീമെയിൽ ഇമോഷൻസ്, ഫീമെയിൽ നുവാൻസസ്. So at a time like that, where good roles are hard to come by, good roles ഉണ്ട്, പക്ഷെ അത്
അത്രയില്ല, റെയർ ആണ്. ഈവൻ വെൻ വി ഗെറ്റ് അപ്രോച്ച് ഫോർ സ്ക്രിപ്റ്റ്സ്, ഗുഡ് ക്യാരക്ടേഴ്സ് കുറവാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സമയത്ത് ലൈക്ക് സത്യൻ സർ പോലത്തെ ഒരു ഡയറക്ടർ അപ്രോച്ച് ചെയ്യുമ്പം I was like, before even I knew what the story was, എനിക്കറിയായിരുന്നു ഇത് 200% it will be a nice character. Yes. So multiple things excited me about it. പിന്നെയാണ് ഞാൻ അറിയുന്നത് ഇതിൽ മോഹൻലാൽ സാറും ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ ആണ്. അപ്പോൾ 1 by 1 എല്ലാം സർപ്രൈസസ് ആയിരുന്നു. കഥ പറഞ്ഞത് ആരാ? കഥ പറഞ്ഞത് അപ്പോൾ ഇങ്ങനെയാണ് എനിക്ക് ന്യൂസ് മനസ്സിലായത്. ആൻഡ് they were in a hurry to lock the female character. ബിക്കോസ് ഈ കോൾ എനിക്ക് വന്നത് ജാനുവരിയിലാണ് ആൻഡ് ഫെബ്രുവരിയിലായിരുന്നു ഷൂട്ട്. അപ്പോൾ അഖിൽ പറഞ്ഞു ഞാൻ ഓക്കെ അപ്പോൾ ഞാൻ അച്ഛനെ, സോ ഐ വാസ് ലൈക്ക് ഓഫ് കോഴ്സ് ഐ വുഡ് ലവ് ടു സ്പീക്ക് ടു ഹിം. അഖിൽ വാസ് ലൈക്ക് ഓക്കെ ഞാൻ അച്ഛനോട് വിളിക്കാൻ പറയാം. സോ ഐ തോട്ട് ഓക്കെ മേ ബി സാർ നാളെ വിളിക്കുമായിരിക്കും, മറ്റന്നാൾ വിളിക്കുമായിരിക്കും. വിതിൻ ഹാഫ് ആൻ അവർ ഐ ഗോട്ട് എ കോൾ, മാളവിക ഫ്രീ ആണോ, സത്യൻ അന്തിക്കാടാണ്, ഞാൻ നറേറ്റ് ചെയ്തോട്ടെ. ഐ വാസ് ലൈക്ക് യെസ് ഓക്കെ ഷുവർ. അപ്പോൾ ഞാനൊരു സറിയൽ ഹെഡ് സ്പേസിലായിരുന്നു. ആൻഡ് സാറ് 45 minutes പെട്ടെന്ന് ഫോണിൽ തന്നെ കഥേൻ്റെ ഒരു സിനോപ്സിസും ഒരു ബേസിക് ഗ്രാഫൊക്കെ നറേറ്റ് ചെയ്ത് തന്നു. ആൻഡ് എനിക്ക് ഓൺ one part of me was listening to the story, പക്ഷേ the other part of me was like, wow, I'm talking to Sathyan Anthikkad. So it was an immediate, obviously it was an immediate yes from my end. ഇതൊരു നോ ബ്രെയിനർ ആയിട്ടുള്ള ഒരു ഡിസിഷൻ ആയിരുന്നു. ലെജൻഡറി ആർട്ടിസ്റ്റ്സ്, I thought it was a lovely story. I love my character and I thought that as a female artist there's a lot to bring to the table. So it was an immediate yes and we immediately started everything. Maybe ഒരു once in a lifetime opportunity ആകാം അല്ലേ? ഇവരുടെ ഇത്ര സീനിയറായ ഡയറക്ടർ ഇങ്ങനെ ഒരു കോംബോ ഒക്കെ ചിലപ്പം റെയർ ആയിട്ട് സംഭവിക്കുന്ന കാര്യം കൂടിയാണ്. ഞാൻ സത്യൻ അന്തിക്കാടിനോടും അതുപോലെ അനൂപിനോടൊക്കെ സംസാരിക്കുമ്പോൾ അവർ പറയായിരുന്നു മാളവികയുടെ എല്ലാം കഴിഞ്ഞ് അവർ പ്രിവ്യൂ കാണുമ്പോൾ മാളവിക കൊണ്ടുവന്നൊരു ഫ്രഷ്നെസ് ഉണ്ട്. അവർ 1-2 ഓപ്ഷൻസ് നോക്കിയിട്ടാണ് മാളവിക, പക്ഷേ മാളവിക വന്നപ്പോൾ ഉണ്ടായ ഒരു ഫ്രഷ്നെസ് ഉണ്ട് ആ കഥാപാത്രത്തിന്, അതിലൊരു ഭയങ്കര ഹാപ്പിയാണ് എന്ന്. അതാണ് ആ കഥാപാത്രത്തെ ഉൾക്കൊള്ളുക. ഇതൊക്കെ കഴിഞ്ഞു, ഈ മൊമെൻറ്റ്സ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ കഥാപാത്രമാകുക എന്നുള്ളതുണ്ടല്ലോ, അതിൻ്റെ ഒരു പ്രോസസ്സ് എന്തായിരുന്നു? സത്യൻ സാർ വളരെ ഓപ്പണായിട്ട് സംസാരിക്കുന്ന ഒരു പേഴ്സണാലിറ്റിയാണ്. സാറിൻ്റെ മനസ്സിൽ തോന്നുന്നതെല്ലാം സാർ ഇങ്ങനെ കണ്ടിന്യൂസ്ലി നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കും. നമുക്ക് ലൈക്ക് ദർ ആർ സം ഡയറക്ടേഴ്സ് ഹാവ് വർക്ക്ഡ് വിത്ത് വെയർ like we'll have to pick their brain, we'll have to ask them questions. പക്ഷേ സത്യൻ സാർ നമ്മൾ ചോദിക്കാണ്ട് തന്നെ സാർ കണ്ടിന്യൂസ്ലി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് ഹരിതയാണ്. അപ്പോൾ സാറ് ഡേ 1 തൊട്ട് ഹരിത ഇങ്ങനെയാണ്, ഹരിതേൻ്റെ ലൈഫിലുള്ള സിറ്റുവേഷൻ എങ്ങനെയാണ്, ഹരിതേൻ്റെ ഫീലിങ്സ് ഇപ്പോൾ ഈ ഒരു പോയിന്റിൽ ഈ ഒരു സീനിൻ്റെ സമയത്ത് ദിസ് ഇസ് വാട്ട് ഹരിദാസ് ഫീലിംഗ്, പക്ഷേ ലേറ്റർ അത് ചേഞ്ചായി, ദെൻ ഹരിദാസ് സ്റ്റാർട്ട്സ് ഫീലിംഗ് ലൈക്ക് ദിസ്. അപ്പോൾ സാറ് ഡെയിലി സംസാരിച്ചത് നമ്മുടെ മനസ്സിലേക്ക് അത് ഒരു ഓസ്മോസിസ് പോലെ സംഭവിക്കും. സോ ലൈക്ക് ഹീസ് വൺ ഓഫ് ദി ബെസ്റ്റ് മേക്കേഴ്സ്, അത് പറയേണ്ട ആവശ്യമില്ല. ഐ തിങ്ക് ഇറ്റ്സ് എ ഗിവൻ വെൻ ഇറ്റ്സ് സത്യൻ അന്തിക്കാട്. പക്ഷേ നമ്മളെ എക്സ്പീരിയൻസ് പറയാലോ, ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ലവ്ലി ഡയറക്ടേഴ്സ് ഐ വർക്ക്ഡ് വിത്ത് ഇവൻ ഹിസ് പ്രോസസ് വൈസ്. പിന്നെ വളരെ സെൻസിറ്റീവായി ഡീൽ ചെയ്യും. നമ്മളുടെ അടുത്തൊക്കെ ഇമോഷണൽ സീൻസ് ഒക്കെ ആണെങ്കിൽ സാറ് ദൂരം ടെന്റിലിരുന്ന് മൈക്ക് വെച്ച് ഡയറക്റ്റ് ചെയ്യില്ല. സോ ഒരു തൊട്ടിപ്പുറത്തുണ്ടാവും, ഒരു ഷോഗൺ ഉണ്ടാവും. ഇപ്പം ഞാനും ലാൽ സാറും ഇങ്ങനെയാണെങ്കിൽ 2 ക്യാരക്ടേഴ്സ് ഇഫ് ദേ ആർ സിറ്റിംഗ് ഓർ സ്റ്റാൻഡിങ് ഹിയർ, സത്യൻ സാറും തൊട്ടിവിടെ ഉണ്ടാവും വിത്ത് ഷോഗൺ. ആൻഡ് സാറ് വളരെ ഇങ്ങനെ ലോ പിച്ചിൽ അപ്പം മാളവിക ഇത് മാളവിക ഇങ്ങനെ കണ്ണിൽ നോക്കി കുറച്ച് കണ്ണ് നിറഞ്ഞ് പറയാണ്, ഈ ലൈൻ സോഫ്റ്റായി ലാലിനെ നോക്കി പറയാണ്. അങ്ങനെ സാർ ഇങ്ങനെ ഗൈഡ് ചെയ്ത് പോവും. അപ്പോൾ പിന്നെ നമ്മുടെ മൂഡ് ഇൻ കേസ് കുറച്ച് ഇഫ് ഐ എം സ്ട്രഗ്ലിംഗ് വിത്ത് സംതിങ് അല്ല മൂഡ് ഡൗൺ ആവുന്നുണ്ടെങ്കിൽ സാറ് പെട്ടെന്ന് പിക്കപ്പ് ചെയ്യും. സാറ് വളരെ സെൻസിറ്റീവ് ആണ് ടു അതർ പീപ്പിൾസ് ഇമോഷൻസ് ആൻഡ് കീപ്പിംഗ് ഹിസ് ആക്ടേഴ്സ് ഹാപ്പി ആൻഡ് ഡീലിംഗ് വിത്ത് പീപ്പിൾ കൈൻഡ്ലി ഇസ് സംതിങ് ഹീ സോ ഗുഡ് അറ്റ്. അതൊരു ഇമ്പോർട്ടൻ്റ് ആണല്ലോ, കാരണം ഒരു ക്രിയേറ്റീവ് സ്പേസ് ആണ്. മറ്റ് തിരക്കുകളുണ്ട്, ലൈറ്റ് പോകും അല്ലെങ്കിൽ ടൈം ഒക്കെ ഉണ്ടെങ്കിലും ആ സ്പേസിൽ ഒരു ആർട്ടിസ്റ്റിനെ എങ്ങനെ ഡീൽ ചെയ്യാന്നുള്ളതല്ലേ. ചിലർ ഭയങ്കര ഷോർട്ട് ടെമ്പേർഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ ഭയങ്കര ഫാസ്റ്റായിട്ട് ചെയ്ത് തീർക്കാൻ ബഹളം വെക്കുന്ന ആൾക്കാരുണ്ടാവും. പക്ഷെ ഇങ്ങനെ ഡീൽ ചെയ്യുക അല്ലേ, അതൊരു കുറച്ച് ഇത്ര ബ്യൂട്ടിഫുള്ളി സെൻസിറ്റീവ്ലി കൈൻഡ്ലി കമ്പാഷനേറ്റ്ലി എംപത്തറ്റിക്കലി ഡീൽ ചെയ്യുന്ന ഒരു മേക്കറിനെ കൂടെ ഞാൻ ഇതുവരെയും വർക്ക് ചെയ്തിട്ടില്ല.
So kudos to him for that. ഇത് ഇപ്പോൾ ഓണക്കാലത്ത് റിലീസ്. ഓക്കെ, ഈ പൊതുവെ ഓണത്തിന് പയ്യന്നൂർ പോവാറുണ്ടോ അല്ലെങ്കിൽ ബോംബെ തന്നെ ആയിരിക്കുമോ, എങ്ങനെയാ സാധാരണ? അപ്പോൾ എൻ്റെ ലൈക്ക് ജസ്റ്റ് ടു ടെൽ യു ഇൻ എ നട്ട്ഷെൽ, എൻ്റെ അപ്ബ്രിംഗിങ് ഫുൾ ബോംബെയിലായിരുന്നു. സ്കൂളിംഗ്, കോളേജ്, എവറിഥിങ്. ഇൻഫാക്ട് ഐ ഹാവ് നെവർ ലിവ്ഡ് ഔട്ട്സൈഡ് ഓഫ് ബോംബെ. ഞാൻ ഷൂട്ടിന് വേണ്ടി അഡൾട്ടായി കഴിഞ്ഞ് ഞാൻ ഷൂട്ടിന് വേണ്ടിയൊക്കെ ട്രാവൽ ചെയ്യാറുണ്ട്. ഷൂട്ടിന് വേണ്ടി 2-3 വീക്സ് ഹൈദരാബാദ് അല്ലെങ്കിൽ ചെന്നൈ അങ്ങനെയൊക്കെ പോകാറുണ്ട്. പക്ഷെ അതല്ലാതെ ഞാൻ ഐ ഹവ് നെവർ എവർ gone abroad for college or stayed in Bangalore or Delhi for my masters. Nothing of that sort at all. So I'm an out and out Bombay Malayali girl. പക്ഷേ പയ്യന്നൂര് നമുക്ക്, സോ എൻ്റെ 2 പേരൻസും പയ്യന്നൂരിൽ. അപ്പോൾ നമുക്ക് എൻ്റെ റിലേറ്റീവ്സും ഗ്രാൻഡ് പേരൻസും കസിൻസും ഇളയമ്മ, ഇളയച്ചൻ, വല്യമ്മ എല്ലാവരും പയ്യന്നൂരാണ്. സോ ഐ ഹാവ് എ വെരി സ്ട്രോങ് കണക്ഷൻ ടു ദാറ്റ് പ്ലേസ്, to Payyannur. So for me, like summer vacation, school holidays ഒക്കെ പയ്യന്നൂരിലായിരുന്നു. ഒരു കണ്ടിന്യൂസ് സ്ട്രെച്ചിൽ ലൈക്ക് we would go there and be there for like 1 month. അപ്പോൾ ഞാൻ ആ ലൈഫ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് thankfully, which is why I am very connected to the culture, very rooted to the culture, which I like. It's a very big part of my identity. Being a Malayali and knowing പിന്നെ നമ്മുടെ വീട്ടിൽ സംസാരിക്കുന്നത് പയ്യന്നൂർ ഭാഷയാണ്. ഓക്കെ, ഞാനത് ആലോചിക്കുന്നു, കുറെ അത് കേട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഭയങ്കര കോൺഷ്യസ് ആയിട്ട് വേറൊരു മലയാളം സംസാരിക്കുന്നത്. പയ്യന്നൂർ ഭാഷ പോകുന്നോട്ടെ, കുഴപ്പമില്ല. അല്ല, അത് കോൺഷ്യസ് ആയിട്ടല്ല. ഇപ്പൊ എന്റെ മോസ്റ്റ് ഓഫ് മൈ ഫ്രണ്ട്സ് എല്ലാവരും കൊച്ചി ബേസ്ഡ് ആണ്. പിന്നെ നമ്മൾ ഞാൻ ഈ പടത്തിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്, അത് കുറച്ച് അങ്ങനെ ട്വീക്ക് ആയതാ. പക്ഷെ എനിക്ക് നമ്മുടെ വീട്ടിലൊക്കെ സംസാരിക്കുന്നത് പയ്യന്നൂർ ഭാഷയാണ്, വിച്ച് ഐ ഓൾസോ ലവ്. ആൻഡ് സോ നാട്ടിൽ നമ്മൾ ഓണം എനിക്ക് വൈൽ ഗ്രോയിങ് അപ്പ് എനിക്ക് അധികം ചാൻസ് കിട്ടിയിട്ടില്ല ഓണത്തിന് വേണ്ടി നാട്ടിൽ പോകാൻ വേണ്ടി. ബിക്കോസ് ഈ ഒരു പീരീഡ് ഓൾവേസ് ഇങ്ങനെ മിഡ് ടേം എക്സാം പീരീഡ് ആയിരുന്നു. സോ വി കുഡ് നെവർ ടേക്ക് എ ഹോളിഡേ ഈ സമയത്ത്. അപ്പൊ ഞാൻ അധികം ഓണം നാട്ടിൽ സ്പെൻഡ് ചെയ്തിട്ടില്ല. പക്ഷെ ഈ ഓണം നാട്ടിലാണ്, ഈ ഓണം പയ്യന്നൂരാണ്. സോ ഐ ആം ആക്ച്വലി ലുക്കിംഗ് ഫോർവേഡ് ടു ദിസ് വൺ. ഇറ്റ്സ് മൈ കസിൻസ് എൻഗേജ്മെന്റ്. ദി ഹോൾ ഫാമിലി ഈസ് കമ്മിങ് ടുഗദർ. ഓക്കേ, അപ്പോൾ എല്ലാവരും ഗെറ്റ് ടുഗദർ, മൊത്തത്തിൽ ഒരു ഫെസ്റ്റിവൽ ആഘോഷമായിരിക്കും അല്ലേ? അതെ അതെ. പിന്നെ എനിക്ക് ആക്ച്വലി വൺ പ്ലേസ് ഐ റിയലി വാണ്ട് ടു സീ ഫോർ ഓണം which I've heard a lot about is Trivandrum. ഞാൻ കേട്ടിട്ടുണ്ട് അവിടുത്തെ ഓണം ഭയങ്കര ഭംഗിയാണ്, പക്ഷെ ഇതുവരെയും കണ്ടിട്ടില്ല. സോ that's on my wish list. ഇപ്പോൾ തിരിച്ച് ഹൃദയപൂർവ്വത്തിലേക്ക് വരുമ്പം വെൺമതി എന്ന പാട്ട് കണ്ടു. ആൻഡ് നല്ല ഈ കോസ്റ്റ്യൂം ഭയങ്കര രസമുണ്ടായിരുന്നു. ആൻഡ് ഇവർ പറയായിരുന്നു ഒരു മലയാളം നന്നായി സംസാരിക്കണം, മറാത്തി സംസാരിക്കണം, ഹിന്ദി സംസാരിക്കണം, ഇംഗ്ലീഷ് സംസാരിക്കണം. ഇങ്ങനൊരു നായികയെ തപ്പിയപ്പോഴും മാളവിക ആപ്റ്റാണ്. അപ്പോൾ മാളവികയുടെ സ്ട്രോങ് പോയിന്റ്സ് എല്ലാം അവിടെ ആ രീതിയിൽ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നിരിക്കുമല്ലോ. പ്ലസ് മോഹൻലാൽ എന്നൊരു ആക്ടറുടെ കൂടെ. അപ്പോൾ ആ ഒരു കോംബോ എന്തായിരുന്നു എക്സ്പീരിയൻസ്? ഇത് ഞാൻ ഈ ക്വസ്റ്റ്യൻ 2 പാർട്സിൽ ആൻസർ ചെയ്യാം. ഈ മലയാളം അധികം സംസാരിക്കാത്തത് കൊണ്ട് മലയാളത്തിൽ ചോദിക്കുമ്പോൾ ഇങ്ങനെ ശ്രദ്ധിച്ച് കേൾക്കുന്നതായിരിക്കും അല്ലേ? ഇല്ല, അങ്ങനെയില്ല. പക്ഷെ ഇത് രണ്ട് ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസ് ആണല്ലോ. വൺ ഈസ് ലൈക്ക് പറഞ്ഞ പോലെ ഞാനിപ്പോൾ ഒരു ബോംബെ ബേസ്ഡ് മലയാളി ആയതുകൊണ്ട് എൻ്റെ നാച്ചുറൽ ആയിട്ടുള്ള ലാംഗ്വേജ് ഉണ്ടല്ലോ. ഞാൻ സംസാരിക്കുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും ഒരു ടിപ്പിക്കൽ നാടൻ മലയാളം അല്ല, ഈ കുട്ടി നാടൻ മലയാളി അല്ല, അത് പെട്ടെന്ന് മനസ്സിലാവുമല്ലോ. ദാറ്റ് ഈസ് ആക്ച്വലി ആൻ ആസെറ്റ് ഫോർ ദിസ് റോൾ. ബിക്കോസ് ഈ റോളിൽ ഈ ക്യാരക്ടർ ഒരു പൂന ബേസ്ഡ് മലയാളിയാണ്. അപ്പോൾ Malayalam is actually imperfect. So the way I speak is actually perfect for the character because it's imperfect. Pinna I speak Marathi, I speak Hindi. So mix of all of that, sir varna vale, it's 100%. So for the character that really works. That's one of the reasons that they also wanted me for the role, because padam sync sound ആണ്. അപ്പോൾ നമ്മൾ ഡബ് ഒന്നും ചെയ്തിട്ടില്ല, ഇത് എൻ്റെ വോയിസ് തന്നെയാണ്. അപ്പോൾ എനിക്ക് കുറച്ച് പേടിയുണ്ടായിരുന്നു. ഞാൻ സാറിനോട് ചോദിച്ചു വന്നിട്ടുണ്ടോ, സർ ഡബ് ചെയ്യണോ? സത്യൻ സർ വാസ് വെരി adamant that ഡബ് ചെയ്യണ്ട. സർ വാസ് ലൈക്ക്, we want your imperfections, we don't want it to sound dubbed. നമുക്ക് ആ ഒരു quote unquote ഒരു perfect ഭാഷ വേണ്ട. There is a beauty in the imperfections is what he felt. So the first sing sound ആണോ?
മലയാളത്തിൽ എൻ്റെ ഫസ്റ്റ് സിംഗ് സൗണ്ട് വേറെ ലാംഗ്വേജസിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ലാസ്റ്റ് ഇയർ എനിക്ക് തങ്കളാൻ പറഞ്ഞ പാരഞ്ജിത്ത് വിക്രം പടം ചെയ്തിട്ടുണ്ടായിരുന്നു. അത് സിംഗ് സൗണ്ട് ആയിരുന്നു. അത് കംപ്ലീറ്റ്ലി സിങ്ക് ആയിരുന്നു. പിന്നെ മാജിദ് മജീദി സാറിന്റെ കൂടെ ബിയോണ്ട് ദ ക്ലൗഡ്സ് ചെയ്തിട്ടുണ്ട്. അത് സിങ്ക് ആയിരുന്നു, പക്ഷെ അത് ഹിന്ദി ആയിരുന്നു. ആൻഡ് ഇറ്റ് വാസ് എ ഹിന്ദി സ്ലാങ് ഐ സ്പീക്ക്, സോ ഇറ്റ് വാസ് മച്ച് ഈസിയർ ഫോർ മീ. ഇത് എനിക്ക് വേണ്ടി കുറച്ച് ചാലഞ്ചിങ് ആയിരുന്നു. Then a second question was Mohanlal. See, മോഹൻലാലിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന എക്സ്പീരിയൻസ് നമുക്ക് വേറൊരു ക്വസ്റ്റൻ ആയി ക്ലബ് ചെയ്യാൻ പറ്റില്ല. It's a standalone answer. എനിക്ക് ഐ തിങ്ക് ഈവൻ ടിൽ ഡേറ്റ് ഞാൻ ലാൽ സാറിനെ മീറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെ ചിലപ്പോൾ നോക്കിപ്പോവും. എനിക്ക് ഭയങ്കര ഒരു അൺറിയലായി തോന്നും. Because as a Malayali, I'm sure every Malayali feels this, we have grown up watching him. Yes. And we've grown up like consuming him on the big screen and his magic on the big screen. Appo eniki nervous, more than nervous, I think I was ഒരു റെസ്പെക്ട് എന്ന് വരുന്ന ഒരു ഇന്റിമിഡേഷൻ അല്ലേ. ലൈക്ക് ദിസ് മാൻ സച്ച് എ ലെജൻഡ്, യു നോ, ലൈക്ക് you don't know how to you're very aware of that. You're very aware of his aura. എനിക്ക് അങ്ങനെ ഉണ്ടായിരുന്നു. He's larger than life, you know, and even like he felt very larger than life to me even while performing. പക്ഷെ സാർ ഭയങ്കര സ്വീറ്റ് ആയിരുന്നു, എക്സ്ട്രീംലി ഹെൽപ്ഫുൾ ആയിരുന്നു. പിന്നെ കുറെ ടിപ്സ് ഒക്കെ തരും. നമ്മൾ ഇൻ കേസ് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ സാർ പറയും, ഇത് കുട്ടി ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണ് ഇത് കറക്റ്റായി ചെയ്യാൻ പറ്റാത്തത്, അത് മറ്റേ രീതിയിൽ ട്രൈ ചെയ്താൽ മതി, അങ്ങനെ പറഞ്ഞ് നമ്മളെ സ്വീറ്റായി ഗൈഡ് ചെയ്യും. പിന്നെ വളരെ സോഫ്റ്റ് സ്പോക്കൻ ആണ്, വളരെ സെൻസിറ്റീവ്ലി ഹാൻഡിൽ ചെയ്യും. സത്യൻ സാറിനെ കുറിച്ച് പറഞ്ഞ പോലെ സാർ ആൾക്കാരൊക്കെ ഡീൽ ചെയ്യുന്നത്, കോ ആക്ടേഴ്സിനൊക്കെ ഡീൽ ചെയ്യുന്നത് വളരെ സപ്പോർട്ടീവായിട്ടാണ്. സോ ആസ് എ ടീം ഹി ലൈക്ക് മേക്ക് ദ സീൻ ഹാപ്പൻ. സോ ഇറ്റ് വാസ് വെരി it was a lovely experience working with him. ഈ ബിഹൈൻഡ് ദ സീൻ കുറേ ഷോർട്സ് കാണുമ്പോൾ നിങ്ങൾ എൻജോയ് ചെയ്യായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവും, അത്ര ഫണ്ണായിരുന്നു എന്ന് തോന്നും. പിന്നെ പൊതുവേ എല്ലാവരും പറയണം ഇവരുടെ സെറ്റ് എന്ന് പറഞ്ഞാൽ ഫുൾ ഓഫ് സ്റ്റോറീസ്, ഫൺ അങ്ങനെയൊക്കെയാണ് എന്ന്. അങ്ങനെ സംഗീതത്തിൻ്റെ കൂടെയൊക്കെ ഉള്ള കുറേ മൊമെൻറ്റ്സ്, ഇപ്പം അനൂപിൻ്റെ കൂടെയുള്ള കുറേ അങ്ങനെ കാണുമ്പോൾ നിങ്ങൾ അടിച്ചു പൊളിച്ച സെറ്റാണെന്ന് നമുക്ക് മനസ്സിലാവുക. അങ്ങനെയായിരുന്നു ടോട്ടലി. പിന്നെ ഈ സെറ്റിൻ്റെ വേറൊരു ബ്യൂട്ടി ഉണ്ടായത്, there were all generations coming together to make this movie. On one hand, you had Sathyan, Anthikkad, Mohanlal, who are these senior icons. പിന്നെ അനൂപ് സത്യനാണ് ഈ പടത്തിൽ അസോസിയേറ്റ് ഡയറക്ടറായി വർക്ക് ചെയ്തത്. And he was the one helping me a lot with my performance, you know, my dialogues, my sitting with me for my scenes. Then we had all the assistant directors on the film, these youngsters, super fun. സോ എല്ലാത്തിൻ്റെ ഒരു ഒരു അമാൽഗമേഷൻ പോലെ ആയിരുന്നു. ആൻഡ് വളരെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള സെറ്റ് ആയിരുന്നു. I've heard that a lot about Sathyan Anthikkad sets, that it's always a positive sets. And എനിക്ക് പടം വന്ന സമയത്ത് ഞാൻ മെൻ്റലി കുറച്ചൊരു ഡൗൺ പീരിയഡിലായിരുന്നു. ബിക്കോസ് അതിൻ്റെ മുമ്പ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന വേറൊരു പടം, ഐ വോണ്ട് നെയിം ദ ഫിലിം, ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നൊരു പടം കുറച്ചൊരു ടോക്സിക് സെറ്റായിരുന്നു. ആൻഡ് ഞാൻ ഒട്ടും എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ആൻഡ് ദാറ്റ് വാസ് ഗോയിങ് ഓൺ ആൻഡ് ഓൺ ഫോർ എ വെരി ലോങ് ടൈം. ആൻഡ് ഇറ്റ് ടുക്ക് എ വെരി ബിഗ് ടോൾ ഓൺ മീ, യു നോ. ഐ വാസ് ഫീലിംഗ് വെരി ലോ, ഐ വാസ് ഫീലിംഗ് വെരി ഒരു എക്സൈറ്റ്മെൻ്റ് ഒന്നും തോന്നുന്നുണ്ടായിരുന്നില്ല ലൈഫിൽ. കഥ നറേറ്റ് ചെയ്ത് കഴിഞ്ഞ് സത്യൻ സാറിനോട് ആദ്യം പറഞ്ഞത്, നമ്മുടെ സെറ്റ് ഒരു ഫാമിലി പോലെയാണ്. ആൻഡ് ദാറ്റ് റിയലി touched me somewhere. And I was like, sir, actually എനിക്ക് ഈ ലൈഫിൽ എൻ്റെ കരിയറിൽ ഈ ഒരു പോയിന്റിൽ വേണ്ടത് അതാണ്. ബിക്കോസ് നമ്മൾ ബാക്ക് ടു ബാക്ക് സിനിമ ചെയ്യുന്ന സമയത്ത് നമ്മൾ മാക്സിമം ടൈം സ്പെൻഡ് ചെയ്യുന്നത് സെറ്റ്സിലാണ്. ആൻഡ് ഇഫ് എ സെറ്റ് ഈസ് ഫീലിംഗ് എ ലിറ്റിൽ അൺഫ്രണ്ട്ലി ഓർ ടോക്സിക് ഓർ just not, if it's just not feeling good, നമ്മൾ ഒരു വർഷമാണ് നമ്മൾ ആ ഒരു ഫീലിംഗിൽ സ്പെൻഡ് ചെയ്യുന്നത്. ലൈക്ക് നോട്ട് ഫീലിംഗ് ഗുഡ്, especially if it's a long film, it can really cause a downward spiral പോലത്തെ ഒരു effect. That one thing can start making you feel bad about, like trigger other emotions in you, and that can trigger more things. So I was like, sir, you know that
I really need a set like this. I really need a team like this, a movie like this in my life right now, even for personal reasons. Yes. You know, so the fact that his sets are so warm and family like, എനിക്ക് വേണ്ടി ആ ഒരു പോയിന്റിൽ it was like a boon for me actually. ഇപ്പൊ അതിനുശേഷം ആ ഒരു ചാർജ്ഡ് അപ്പ് ആയി ഹാപ്പി ആയിട്ടാണ് തിരിച്ചു പോകുന്നത് അല്ലേ? Definitely. Yes. It refreshed me. Yeah. Doing that movie, keeping like the professional aspect of it aside as well, അത് പേഴ്സണലി എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു. ഈ കൊച്ചിയിലേക്ക് വരുമ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് കണ്ടു, ഷ്രിൻഡയുടെ ഫോട്ടോ ആൻഡ് ഫസ്റ്റ് സ്റ്റോപ്പ് ഇൻ കൊച്ചി എന്ന് പറഞ്ഞു. അത് ഇന്നലെ രാത്രിയായിരുന്നു. അപ്പോൾ ഷ്രിൻഡയായിട്ടുള്ള നിറയെ ഷ്രിൻഡയുടെ റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ സൗഹൃദം ഇൻസ്റ്റാഗ്രാമിൽ കാണാറുണ്ട്. അതെങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്? നമ്മൾ ഒരു കോമൺ ഫ്രണ്ട് ത്രൂ മീറ്റ് ചെയ്തതാ. ഓക്കെ. And അത് കഴിഞ്ഞ് the funny thing is both of us are hardly in touch with that friend, but we have become very good friends. Okay. But Shrinda is one of my main reasons to come to Kochi. Okay. നമ്മളൊരു ആക്ച്വലി 7-8 years ആയിട്ട് ക്ലോസ് ഫ്രണ്ട്സ് ആണ്. Oh. പിന്നെ നമുക്ക് കുറെ ഷെയർഡ് പാഷൻസ് ഉണ്ട്. നമ്മൾ രണ്ടാളും വൈൽഡ് ലൈഫ് ലവേഴ്സ് ആണ്. അപ്പൊ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഈ വൈൽഡ് ലൈഫ് സഫാരി ട്രിപ്സ് അങ്ങനെയൊക്കെ പോകും. Then both of us love fashion. Okay. We love styling. So we have like 2-3 things we really bond over. Okay. And I have very few friends in the industry. എനിക്ക് അത്ര ഇൻഡസ്ട്രി ഫ്രണ്ട്സ് ഇല്ല. എൻ്റെ ക്ലോസസ്റ്റ് ഫ്രണ്ട്സ് ഇപ്പോഴും എൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ്, എൻ്റെ കോളേജ് ഫ്രണ്ട്സ്, നോൺ ഇൻഡസ്ട്രി ഫ്രണ്ട്സ് ആണ്. മലയാളം മാത്രമല്ല മറ്റ് ഇൻഡസ്ട്രിയിലും മറ്റേ ഇൻഡസ്ട്രിയിലും. ഓക്കെ. അതെ. But like I won't call Shrinda my industry friend. I know she's an actor and she's an industry person, but we actually meet outside the industry. Okay. And yeah, we share like a lovely bond. So I love coming to Kochi because I get to spend time with her. Yeah. ഇപ്പം ബോംബെയിലായതുകൊണ്ട് തന്നെ ഇപ്പോൾ ഹിന്ദി സിനിമകളും ഒക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടാവും. പ്ലസ് ഈ മലയാള സിനിമയോടുള്ള ഒരു ഇഷ്ടം എങ്ങനെയായിരുന്നു? അല്ലെങ്കിൽ ചെറുപ്പത്തിലെ എപ്പോഴും മലയാള സിനിമ കണ്ടുകൊണ്ടിരുന്ന ആളാണോ? എങ്ങനെയായിരുന്നു ആ ഒരു ഗ്രോയിങ് അപ്പ് ഏജിൽ സിനിമ? ഗ്രോയിങ് അപ്പ് ഏജിൽ നമുക്കൊരു 1 bedroom ഫ്ലാറ്റ് ആയിരുന്നു ആ സമയത്ത്, ചെറിയ കുട്ടിയാവുന്ന സമയത്ത്. ആൻഡ് അപ്പോൾ almost every afternoon, and like whenever Achan was at home, whenever he was not working, my parents every afternoon would watch Malayalam movies, Asianet, Surya TV, ഇല്ലെങ്കിൽ നമ്മുടെ VCR പരിപാടിയൊക്കെ ഉണ്ടായിരുന്നല്ലോ ആ സമയത്ത്. And after CDs came CDs. So they are big watchers of Malayalam films. So because ഇപ്പം എന്താണെന്നറിയോ, now we all have our own rooms. അപ്പോൾ അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഉണ്ടാകുന്ന സമയത്ത് we are watching our own things. Like nowadays kids are watching all Korean, K-dramas and anime and what not. പക്ഷെ ആ സമയത്ത് ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി ഞാൻ കുറേ മലയാളം ഫിലിംസ് കണ്ടുകൊണ്ടാണ് വളർന്നത്. So I have seen all the classics, all the in fact like Sathyan sir and Mohanlal sir inde lot of like legendary combo films undallo. Like they used to be my favorites while growing up. Gandhinagar 2nd Street, ഞാൻ പറഞ്ഞ പോലെ പട്ടണ പ്രവേശം, like all of these movies we used to just keep, നാടോടി കാറ്റ്, we used to keep watching it on loop. അപ്പോൾ ഞാൻ കുറേ മലയാളം ഫിലിംസ് കണ്ടുകൊണ്ടാണ് വളർന്നത്, താങ്ക്സ് ടു മൈ പേരൻസ്. ഇപ്പോഴും ഇപ്പം ഇറങ്ങുന്ന മലയാള സിനിമകളുണ്ടല്ലോ, ഇപ്പം OTTക്ക് ശേഷം മലയാളം കുറച്ചുകൂടി പോപ്പുലറാണ്. ഇപ്പം ഇൻഡസ്ട്രിയിൽ ഇറങ്ങുന്ന സിനിമകൾ നോക്കാറുണ്ടോ, അപ്ഡേറ്റ് ചെയ്യാറുണ്ടോ? എങ്ങനെയാണ് ആ ഒരു വാച്ചിങ് പാറ്റേൺ എങ്ങനെയാണ്? ഞാൻ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. എനിക്ക് പിന്നെ പേഴ്സണലി എനിക്ക് ഇഷ്ടമാണ്, എനിക്ക് മലയാളം ഫിലിംസ് ഇഷ്ടമാണ്. ലൈക്ക് വെൽ മെയ്ഡ് മലയാളം ഫിലിം ഈസ് ഓൾവേസ് വെരി നൈസ് ടു വാച്ച്. ഞാൻ ആക്ച്വലി തമിഴ് ഫിലിംസ് ആൻഡ് തെലുങ്ക് ഞാൻ ഈവൻ ദോ ഐ എം വർക്കിംഗ് മോർ ദെയർ, ഞാൻ അവിടുത്തെ പടങ്ങൾ അത്ര കാണാറില്ല. ഐ എൻഡ് അപ്പ് വാച്ചിങ് മലയാളം മൂവീസ് മോർ. പക്ഷേ ഐ എൻഡ് അപ്പ് വാച്ചിങ് ഫിലിംസ് വിച്ച് ഹാവ് എ ഗുഡ് വേർഡ് ഓഫ് മൗത്ത്. ഞാൻ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ പോയി കാണുന്ന ഓഡിയൻസ് അല്ല. ഞാൻ കുറച്ചും കൂടി ഇപ്പം എന്നോട് കുറച്ച് ആൾക്കാരുണ്ട് വന്ന് പറഞ്ഞു, ഓക്കെ ഈ പടം നല്ലതാണ്, യു ഷുഡ് വാച്ച് ഇറ്റ്, ദെൻ ഐ വാച്ച് ഇറ്റ്. എന്തെങ്കിലും പർട്ടിക്കുലർ ജോണേഴ്സ് ഉണ്ടോ, ഇത്തരം സിനിമകളാണ് ഇഷ്ടം, അങ്ങനെയുണ്ടോ? ഡ്രാമ, മോസ്റ്റ്ലി ഡ്രാമാസ്, ത്രില്ലേഴ്സ്, romance, but very few films are making romance now. I think we need more love stories. അല്ലേ, ഒരു നല്ല ലവ് സ്റ്റോറി കണ്ടിട്ട് കുറേ നാളായി. ഇപ്പൊ മലയാളത്തിൽ വല്ലപ്പോഴും ആണല്ലോ വരാ. ഇപ്പൊ പട്ടം പോലെക്ക് ശേഷം, ഗ്രേറ്റ് ഫാദറിന് ശേഷം, ക്രിസ്റ്റിക്ക് ശേഷം 4ാമത്തെ പടമാണ്. എന്തുകൊണ്ട് ഈ ഗ്യാപ്പ് എടുക്കുന്നത്? എന്താ? ഞാൻ ലാസ്റ്റ് 4-5 years ആയിട്ട് മെയിൻലി തമിഴ്, ഹിന്ദി അങ്ങനെയൊക്കെ ബിസി ആയിരുന്നു. എനിക്ക് ഡേറ്റ്സ് ഉണ്ടായിരുന്നില്ല.
പിന്നെ എനിക്ക് ഇഫ് ഇറ്റ്സ് എ ഗുഡ് സ്ക്രിപ്റ്റ്, ഇഫ് ഇറ്റ്സ് എ ഗുഡ് ഡയറക്ടർ, അങ്ങനെയാണെങ്കിൽ ചെയ്യുക. അതർവൈസ് അതർവൈസ് ഐ എം എനിവേ ബിസി. അങ്ങനത്തെ ഒരു തോട്ടായിരുന്നു. അതൊരു കോൺഷ്യസ് ഡിസിഷൻ ആയിരുന്നില്ല. ഐ തിങ്ക് വി ആർ ഓൾസോ ചൂസിങ് ഫ്രം ദ ഫിലിംസ് ദാറ്റ് വി ഗെറ്റ്, റൈറ്റ്? പിന്നെ എനിക്ക് ലാസ്റ്റ് 2-3 years വളരെ ബിസി ആയിരുന്നു. ഞാനിപ്പം എനിക്ക് ഈ വർഷം 3 റിലീസസ് ഉണ്ട്. 1 release is ഹൃദയപൂർവം. Next release is after like around Diwali time, I think. They haven't decided. ഞാൻ കാർത്തി സാറിന്റെ കൂടെ സർദാർ 2 പറഞ്ഞൊരു സ്പൈ ത്രില്ലർ ഫിലിം ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് ആക്ച്വലി വെരി കൂൾ ഫിലിം, വെരി ഡിഫറെന്റ് ഫ്രം ഹൃദയപൂർവം. അപ്പോൾ അത് റിലീസ് ആവാൻ പോകുന്നുണ്ട്. പിന്നെ എൻ്റെ തെലുഗു ഡെബ്യൂ which is with Prabhas sir, called Raja Saab. That is releasing again this year end. So I was really caught up with like all of these projects last 2 years ആയിട്ട്. പ്രഭാസിനെ ഭയങ്കര ഇഷ്ടമാണെന്നും പ്രഭാസിന്റെ കൂടെ ഒരു പ്രോജക്റ്റ് നേരത്തെ സംസാരിച്ചിട്ടുണ്ട്, പ്രശാന്തിയിൽ സംസാരിച്ചിട്ടുണ്ട്, നടന്നിട്ടില്ല. ആൻഡ് തെലുങ്കു ഡെബ്യൂ പ്രഭാസിന്റെ കൂടെ തന്നെയാണ്, അല്ലേ? അതെ, അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അത് ഭയങ്കര അൺകാനിയാണ് ആക്ച്വലി. ബിക്കോസ് എനിക്ക് കുറെ വർഷങ്ങളായി കുറെ തെലുങ്കു ഓഫേഴ്സ് ഒക്കെ വരുന്നുണ്ടായിരുന്നു. But I had this one thing in my head that I want to debut with a superstar in Telugu. Okay. And a lot of people told me that you don't have to be stubborn about it. You can do like you can do other interesting movies, good movies, and then like climb up the ladder. Okay. But I don't know why I was like, no, like I want to debut with a superstar. I had this strange wish. And Master release ആയി കഴിഞ്ഞ് post COVID, after that released and that became a hit, I got a call from Prashant Neel, who was directing Salar at that point. Okay. So he wanted to cast me in Salar. His team called me and said, sir wants to meet you, and on the Bangalore like meet ചെയ്യാൻ വരാൻ പറ്റുമോ? ഞാൻ ബാംഗ്ലൂർ പോയി മീറ്റ് ചെയ്തു. പ്രശാന്ത് സാറിന് എൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് he wanted to do a look test, ഒരു ഇന്ത്യൻ attire and ഒരു വെസ്റ്റേൺ attire. സാർ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത്, and at that point, because of some reason, it didn't work out because of dates or like some other thing. And I was like, like this would have been like, it was a movie with Prabhas sir, and I was like, it would have been so nice to, I didn't know the role and all of that, but I was like, it's a great team. It would have been lovely to do that. അത് വർക്ക് ഔട്ട് ആയില്ല. പിന്നെ ഒരു 6-7 months കഴിഞ്ഞ് എനിക്ക് ഒരു കോള് വന്നു to say that this is for Prabhas's next movie. And I was like, it's extremely coincidental. Okay. With the same actor back to back. So അതില് ആക്ഷൻ ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു, അല്ലേ? ആക്ഷൻ ഉണ്ട്. ജസ്റ്റ് ഒരു ക്ലിപ്പ് മാത്രം ഇങ്ങനെ കണ്ടു. സോ ലുക്കിംഗ് ഫോർവേഡ്. എന്താണ് ക്യാരക്ടർ? ഇപ്പൊ തങ്കലാനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. അതൊരു ക്യാരക്ടറായിരുന്നു. ഞാൻ തിയേറ്ററിലാണ് സിനിമ കണ്ടത്. എനിക്ക് മാളവികയുടെ അപ്പിയറൻസ്, ക്യാരക്ടർ, വേറൊരു മാളവികേനെയാണ് അവിടെ കണ്ടത്. ഷുവറാണ് അതിനുവേണ്ടി ഒരുപാട് പ്രെപ്പ് നടന്നിട്ടുണ്ടാവും, അല്ലേ? മേ ബി ഇത്രയും കാലം ഇല്ലാത്ത പോലെ പുഷ് ചെയ്തിട്ടുണ്ടാവും ആസ് എൻ ആക്ടറും എല്ലാ രീതിയിലും. എങ്ങനെയായിരുന്നു ഒരു എക്സ്പീരിയൻസ്? തങ്കളാൻ എൻ്റെ ലൈഫത്തെ ഏറ്റവും one of the hardest phases ആയിരുന്നു. Because I've never had to push myself അത്ര physically, mentally, emotionally for any role. And Paranjit വളരെ പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഡയറക്ടറാണ്. He wanted my physique to look a certain way. He wanted me to learn Silambam in a very short span of time. Okay. പിന്നെ എനിക്ക് most of my fight sequences were with Vikram sir, who's such a formidable actor. And so every step of that movie was a challenge. To look the part, to be the part. പിന്നെ ഒരു ഷോർട്ട് ടൈം പീരീഡിൽ അത്രയും നമ്മൾ സ്കിൽ സെറ്റ്സ് ഒക്കെ അക്വയർ ചെയ്യുക, സ്റ്റൺസ് ചെയ്യാൻ പഠിക്കുക, action പഠിക്കുക. And I'd never done action before. It was my first action film. And it was all out. It wasn't even a കുട്ടി ആക്ഷൻ സീക്വൻസ്, റൈറ്റ്? ഫുൾ പടം എനിക്ക് വേണ്ടി ആക്ഷൻ ആയിരുന്നു. അപ്പോൾ അത് വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ളൊരു പ്രോസസ്സായിരുന്നു. വളരെ ഡിമാൻഡിങ്, എക്സ്ട്രീംലി ഡ്രെയിനിങ്, ബട്ട് ഇൻ എ ഫുൾഫില്ലിംഗ് വേ, നോട്ട് ഇൻ എ ബാഡ് വേ. But I enjoyed it. I learned about how much I can push my own boundaries, and what I'm capable of, And I think projects like that are very interesting, which make you push your own limits. അത് അങ്ങനത്തെ പ്രോജക്ട്സ് എപ്പോഴും ഇൻട്രസ്റ്റിംഗ് ആണ്. Because if not for that, I would have never pushed myself that much. So it was a good experience. And പടം റിലീസായി കഴിഞ്ഞ് എനിക്ക് ഇഷ്ടമുള്ള കുറേ ആർട്ടിസ്റ്റ് എന്നെ റീച്ച് ഔട്ട് ചെയ്തു to compliment my performance. So that was a beautiful moment for me. I remember
Fahad reaching out to me, saying that he really liked my performance, and to get a compliment from someone like Fahad Fasil, that's really saying something, you know. Yes. One of the best actors in the world right now. So, പിന്നെ Manju Warrior reached out to me. Manju Chechi reached out to me saying she loved my performance. Anjali Menon reached out to me. And a bunch more. But I was like, okay, these are artists I love and whose opinion I respect. So that was very nice. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കുറേ പുഷ് ചെയ്തു എന്ന് പറയുന്നു. അത് ഇത്തരം സിനിമകൾ ചെയ്ത് കിട്ടുമ്പോൾ ഒരു ക്രിയേറ്റീവ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അത് എത്രത്തോളാണ്? It's immensely satisfying. It's immensely satisfying because ഞാൻ പറഞ്ഞ പോലെ നമ്മളെന്നെ എനിക്ക് തന്നെ അറിയുന്നുണ്ടായിരുന്നില്ല എനിക്കിത് ചെയ്യാൻ പറ്റും. So I enjoyed working with a maker. I enjoyed working on a character which made me look back at it and be like, wow, you know, I'm like, there are some things that we are proud of doing. There are also things I'm not proud of doing. I'll be honest. Sure, you have to do for many other reasons. Oh, അങ്ങനെയല്ല. Like ചില പെർഫോമൻസസ് നമുക്ക് കാണുമ്പോൾ തോന്നൂലേ, അയ്യോ ഇത് ശരിയായില്ല, ചെയ്ത് ശരിയായില്ല, അങ്ങനത്തെ പെർഫോമൻസസ് ഉണ്ട്. I think it's human to, you know, make mistakes. It's human to like not do a good job sometimes. പക്ഷേ തങ്കളാൻ as a performance I'll always look back at and feel proud. യെസ്. അതുപോലെ ഇപ്പം നമ്മൾ ഫ്രണ്ട് സർക്കിൾ എപ്പോഴും പറയും മജീദിന്റെ സിനിമ ചെയ്ത ഏക ഇന്ത്യൻ ആക്ടർ അല്ലെങ്കിൽ മലയാളി ആക്ടർ എന്നുള്ളത്. കാരണം നമ്മൾ IFFKയിലൊക്കെ പോയി അദ്ദേഹത്തിൻ്റെ സിനിമകൾ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ മാളവിക ബിയോണ്ട് ദ ക്ലൗഡ്സ് ചെയ്യുന്നു എന്ന് കേൾക്കുന്നത് ഒരു വലിയ ന്യൂസായിരുന്നു. അതും ഈ പറഞ്ഞ പോലെ ഒരു ആക്ടർ എന്ന രീതിയിൽ എങ്ങനെയാണത് സാറ്റിസ്ഫൈ ചെയ്യിപ്പിച്ചത്? ആ സമയത്ത് എനിക്ക് വേണ്ടി അത് ഈ പ്രോജക്റ്റ് Majidi sir, I didn't even know that the casting was happening actually for that project. Usually നമ്മൾ ഇങ്ങനെ ഈ acting circles like in news spread out that you know so and so ഈ casting open ആണ്, this director is looking. So I had no idea that he was casting. അപ്പോൾ വളരെ അൺഎക്സ്പെക്റ്റഡ് രീതിയിലാണ് ഞാൻ ആ പ്രോജക്റ്റിലേക്ക് വരുന്നത്. The casting director saw my photos somewhere and he thought that it will be nice to have a fresh face. And Majidi sir was either looking for സാറിൻ്റെ രണ്ട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. വൺ വാസ് എ കംപ്ലീറ്റ്ലി ഫ്രഷ് ഫേസ് ഓർ വൺ വാസ് എ എസ്റ്റാബ്ലിഷ്ഡ് A-lister ഇൻ ബോളിവുഡ്. അപ്പോൾ സാറ് A-listers-ൻ്റെ അടുത്തും മീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. സാറ് കുറച്ച് ന്യൂ ഫേസസിനെ മീറ്റ് ചെയ്തു ആൻഡ് ഹി റിയലി ലൈക്ഡ് മീ. അപ്പോൾ എനിക്ക് വേണ്ടി അതൊരു ബിഗ് മൊമെന്റ് ആയിരുന്നു. ദാറ്റ് സംബഡി ലൈക്ക് Majid ഈസ് ചൂസിങ് യു. ദാറ്റ് വാസ് എ വെരി മോണുമെന്റൽ മൊമെന്റ് ഇൻ മൈ ലൈഫ്. And then working with him was beautiful. He's again such a nuanced filmmaker. Language കുറച്ച് പ്രശ്നമായിരുന്നു because Majidi sir only speaks Farsi. Okay. Translate. അപ്പോൾ direction എല്ലാം ഒരു translator through ആയിരുന്നു. So he will translate to this person will translate to us, and then our questions will again travel via him. So that was, you know, a little funny and confusing, but he was beautiful to work with. അവരുടെ ഒരു പ്രോസസ്സും ഇതുപോലൊക്കെ തന്നെയാണോ നമ്മുടെ മലയാള സിനിമകളൊക്കെ സംഭവിക്കുന്ന പോലൊക്കെ തന്നെയാണ്? അങ്ങനെ പറയാം actually. Yeah, like his in the sense that the hero on that set is always the story and the film. It's like a Malayalam movie, right? Like ഇപ്പം നമ്മൾ ചില വേറെ ഇൻഡസ്ട്രീസിലൊക്കെ പോകുമ്പം the hero is the hero. Yes. The hero will decide the story. Yes. The hero will decide everything else. ഇവിടെ സ്റ്റോറിയാണ് ഹീറോ. മലയാളത്തിൽ സ്റ്റോറിയാണല്ലോ ഹീറോ, you know, at least in most cases. I don't know the rest. But it's always, you know, the he's always focused on the getting the scene correct and the graph of the story correct. പട്ടംപോലെക്ക് ശേഷം ഇപ്പം ബിയോണ്ട് ദ ക്ലൗഡ്സിനൊക്കെ ശേഷമായിരിക്കാം മേ ബി ആ ആക്ടർ എന്നുള്ളൊരു അല്ലേ, ചിലപ്പം ഓക്കെ എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റും, ആ ആക്ടിംഗ് എന്നുള്ളതിൻ്റെ ഒരു ഹരം കിട്ടുന്നതുണ്ടല്ലോ. തുടക്കം ഫസ്റ്റ് സിനിമ ചെയ്തു, പക്ഷേ ഏത് പോയിന്റിലായിരിക്കും അത് നന്നായി അഭിനയിക്കണം ഇനി അങ്ങനെയുള്ളൊരു ഇത് വരുന്നത്? ഞാൻ ആക്ച്വലി ഒരു ലേറ്റ് ബ്ലൂമറാണ്. എനിക്ക് ഐ വുഡ് സേ ലാസ്റ്റ് ഒരു 3-4 ഇയേഴ്സിലാണ് എനിക്ക് കുറേയും കൂടിയും എൻ്റെ ക്രാഫ്റ്റ് ഞാൻ ബെറ്റർ ആക്കാൻ കുറേ ട്രൈ ചെയ്തിട്ടുണ്ട്, കുറേ വർക്ക്ഷോപ്സ് ചെയ്തിട്ടുണ്ട്, ഡിഫറെൻറ്റ് റോൾസിന് വേണ്ടിയുള്ള കുറേ സ്കിൽ സെറ്റ്സ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ തങ്കളാനൊക്കെ പറഞ്ഞ പോലെ തങ്കളാൻ ഐ വെൻറ്റ് ഓൾ ഔട്ട്. ഇറ്റ് വാസ് എ പ്രോജക്റ്റ് ഐ തിങ്ക് ഐ സൈൻ 4 years ago. നമ്മൾ ഓൾമോസ്റ്റ് 2 years ഷൂട്ട് ചെയ്തു ഓൺ ആൻഡ് ഓഫ്. ആൻഡ് പടം ലാസ്റ്റ് ഇയർ ആണ് റിലീസ് ആയത്. അപ്പോൾ ഒരു ലോങ് പ്രോസസ് ആയിരുന്നു.
പക്ഷെ ഞാൻ അതിന് ലൈക്ക് ഐ ഗേവ് ഇറ്റ് മൈ ഓൾ യുനോ. ലൈക്ക് even 20 years down the line if I look back and നമുക്ക് ചില പടങ്ങൾ കാണുമ്പോൾ നമുക്ക് തോന്നും ഇത് എനിക്ക് കുറച്ചും കൂടിയും ബെറ്ററായി പ്രെപ്പ് ചെയ്യായിരുന്നു, എനിക്ക് കുറച്ച് പ്രാക്ടീസ് ചെയ്യായിരുന്നു, എനിക്ക് കുറച്ച് ഐ ഷുഡ് ഹാവ് ഗോട്ടൻ ഇൻടു ദ ക്യാരക്ടർ മോർ, അങ്ങനെ തോന്നുന്ന ഫിലിംസും ഉണ്ട്. But the point is to always get better and better, right? We learn from our own mistakes, we learn from our own indiscipline maybe. But Tangalan for me ആ ഒരു രീതിയിലൊരു ഗെയിം ചേഞ്ചർ ആയിരുന്നു. Where I completely like I gave it my all. I was like whether people like it don't like it അതെനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, പടം വർക്കാവോ ഇല്ലയോ അതെൻ്റെ കയ്യിലല്ല. What I can do is like പിന്നെ അതൊരു ട്രിക്കി ക്യാരക്ടർ ആയിരുന്നു പുട്ടു പുൾ ഓഫ്. നമ്മളൊരു ട്രൈബൽ ഗോഡസ് പ്ലേ ചെയ്യുമ്പം അതിനൊരു റെഫറൻസ് പോയിന്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഒരു ഗേൾ നെക്സ്റ്റ് ഡോർ, ഒരു റൊമാൻറ്റിക് ഫിലിം, ഒരു ഹൊറർ ഫിലിം, ത്രില്ലർ, ലൈക്ക് യു ടേക്ക് എനി അതർ ജോൺറർ, അതിനുവേണ്ടി റെഫറൻസ് പോയിന്റ്സ് ഉണ്ട്. പക്ഷെ ഫോർ സംതിങ് ലൈക്ക് ദാറ്റ് റോൾ I had very few reference points, like maybe Apocalypto, like very very few films I had to even like watch. So I was just like, how do I crack this, you know? And അങ്ങനത്തെ ഒരു ക്യാരക്ടർ നമ്മൾ കറക്റ്റായി പ്ലേ ചെയ്തില്ലെങ്കിൽ അത് പെട്ടെന്ന് ക്രിഞ്ച് ആവാൻ സാധ്യതയുണ്ട്. And I was like, I can't make it cringe or awkward. Like I'll die inside if you know I do a bad job with this. So I worked very hard on that. So since then, like every project I do, I try to give it my, you know, I try to prep very hard. എനിക്ക് prep ഇല്ലാണ്ട് പറ്റില്ല. Okay. Yeah, എനിക്ക് ഞാൻ അങ്ങനെ ഒരു natural, you know, just come in front of the camera and suddenly camouflage. That's not, എനിക്കത് പറ്റില്ല. I need ഒരു കുറച്ച് homework, prep, I need to work on myself. അതാണ് ഞാൻ ഒബ്സർവ് ചെയ്ത എൻ്റെ പ്രോസസ് സോ ഫാർ അറ്റ് ലീസ്റ്റ്. അപ്പോൾ ഈ ഹൃദയപൂർവ്വത്തിലേക്ക് വരുമ്പോൾ ആ ഒരു prep എങ്ങനെയായിരുന്നു? എൻ്റെ മലയാളമായിരുന്നു ആക്ച്വലി ഡയലോഗ്. എനിക്ക് മലയാളത്തിൽ ഡയലോഗ്സ് ഫ്ലുവൻ്റ് ആയി പറയാൻ എനിക്ക് വേണ്ടി കുറച്ച് ചാലഞ്ചിങ് ആയിരുന്നു. പക്ഷെ പിന്നെ ക്യാരക്ടർ അങ്ങനെ ആയതുകൊണ്ട് ഇറ്റ് ആക്ച്വലി ഹെൽപ്സ് ദ ക്യാരക്ടർ. ലൈക്ക് ഞാൻ പറയുന്ന സമയത്ത് ഞാൻ സ്റ്റക്കായി പോലും കുഴപ്പമില്ല. യുനോ ഷീസ് ആ ക്യാരക്ടർ പടത്തിന്റെ സ്റ്റാർട്ടിങ് തന്നെ പറയുന്നുണ്ട് എൻ്റെ മലയാളത്തിൽ നല്ലതല്ല, യുനോ ഐ എം പൂന ഗേൾ, അപ്പോൾ എൻ്റെ മലയാളം കുറച്ച് വീക്കാണ്. സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറയും, ഒരു ഡിസ്ക്ലെയിമർ കൊടുക്കുന്നുണ്ട്. സോ അങ്ങനെ കുറച്ച് സേഫ് ആയിരുന്നു. അതെ. പിന്നെ ബാക്കിയുള്ള പിന്നെ ഇത് അങ്ങനെ പ്രെപ്പ് ഹെവി ഫിലിം ആയിരുന്നില്ല, ബിക്കോസ് ഇതിൽ അങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ സ്കിൽ സെറ്റ്സോ ലൈക്ക് ആക്ഷൻ ഓർ ഡാൻസ് ഓർ സിംഗിങ് ഓർ യുനോ സം പെർട്ടിക്കുലർ കൈൻഡ് ഓഫ് തിങ് ഡെവലപ്പ് ചെയ്യാനുണ്ടായിരുന്നില്ല. ഇറ്റ് വാസ് മോർ ഓഫ് ലൈക്ക് ഡൂയിങ് ജസ്റ്റിസ് ടു ആ ഒരു സീൻ, എന്താണ് ഇമോഷൻ, ഡയലോഗ് നമ്മൾ കറക്റ്റായി പറയാ, അങ്ങനെയായിരുന്നു. വിച്ച് വാസ് മോർ ലൈക്ക് ഓൺ സെറ്റ് ഓർ ലൈക്ക് യു നോ ഡ്യൂറിങ് ഷൂട്ട് പ്രെപ്പ്. അത് പിന്നെ അതാണ് എന്നെ അനൂപ് സത്യൻ എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ബിക്കോസ് എനിക്ക് സത്യൻ സാറിനോടുള്ള ഒരു റെസ്പെക്ട് വെച്ച് എനിക്ക് ഐ വുഡ് ഗെറ്റ് കോൺഷ്യസ് അപ്രോച്ചിങ് ഹിം അഗൈൻ ആൻഡ് അഗൈൻ. സോ ഐ വുഡ് ജസ്റ്റ് ബി ലൈക്ക് അനൂപ് ഒന്ന് പറഞ്ഞുതരുമോ, ഒന്ന് റിഹേഴ്സ് ചെയ്യോ. ഒരു വെഡിങ് ഡാൻസ് ഒക്കെ ഉണ്ടല്ലോ, സ്മോൾ ഡാൻസ്. പക്ഷെ അല്ല ചെയറും മൊത്തത്തിൽ രസമാണ് അത് കാണാൻ. അതെ, അത് അങ്ങനെ ഒരു എനിക്ക് ബിക്കോസ് ഐ എം എ ബിഗ് ഓഡിയൻസ് ഓഫ് മലയാളം ഫിലിംസ് ആസ് വെൽ. എനിക്കും അതിൻ്റെ സമീര സനീഷാണ് കോസ്റ്റ്യൂംസ് ഒക്കെ ചെയ്തത്. എനിക്ക് കോസ്റ്റ്യൂംസ് ഭയങ്കര ഫ്രഷ് ആയി തോന്നി. വെരി ന്യൂ ഏജ്, ലൈക്ക് what a girl of today's generation would wear. Like those kind of looks, very fresh and lovely looks. ഇപ്പം പട്ടംപോലെ ഇറങ്ങിയ ശേഷം മാളവിക പറഞ്ഞിട്ടുണ്ട്, അതായത് അന്ന് ഭയങ്കര സ്കിന്നി ആയിരിക്കുന്നു എന്ന് പറഞ്ഞ ട്രോളുകൾ വന്നിട്ടുണ്ട് എന്നൊക്കെ. ഇപ്പോൾ ഒരു 10 വർഷം കഴിഞ്ഞല്ലോ, ഏത് രീതിയിലുള്ളൊരു മാറ്റമാ ഇൻഡസ്ട്രിയിൽ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ മാറ്റം ഇൻഡസ്ട്രിയിൽ ഉണ്ടായിട്ടുണ്ടോ എനിക്കറിയില്ല. ഞാൻ മാറിയിട്ടുണ്ട്. എനിക്ക് നമ്മൾ അത് ഇവൻച്വലി ഈ ഇൻഡസ്ട്രി നമ്മൾ ഒരു തിക്ക് സ്കിൻഡ് ആക്കും. അത് ഇൻഡസ്ട്രീൻ്റെ സ്വഭാവമാണ്. ലൈക്ക് ഇറ്റ് ഇൻഫാക്ട് ഐ ഫീൽ ലൈക്ക് ഐ ബിക്കം സോ തിക്ക് സ്കിൻ ദാറ്റ് എൻ്റെ നോൺ ഇൻഡസ്ട്രി ഫ്രണ്ട്സ് ചിലപ്പം ലൈക്ക് a colleague or a boss will say something mean to them and they'll come and they'll be like, oh, I felt so bad, this person said so and so. And for me the bar is set so high because as actresses we are so used to like to get casually ആൾക്കാർ ട്രോൾ ചെയ്യും, ആൾക്കാർ കാഷ്വലി നമ്മുടെ ബോഡീൻ്റെ മേലേക്ക് കോമെന്റ് ചെയ്യും, positives, negatives, sometimes negatives more than positives, criticism, you know, we're constantly criticized, right? Like or critiqued, let me put it that way. That for me, I don't feel bad easily now at all. Like someone has to try very hard to make me feel bad, and I'm glad I've reached that point. But the industry does that to you actually. It makes you very thick-skinned. That's the industry inde oru swabhavana. Okay. But having said that, I started getting a lot of appreciation for how I looked. A lot after and the first Tamil film Pete with Rajni sir.
അതിൽ ഞാനൊരു സപ്പോർട്ടിങ് ക്യാരക്ടറാണ് പ്ലേ ചെയ്തത് ബിക്കോസ് ഇറ്റ് വാസ് ഓൾവേസ് മൈ bucket list thing to work with Rajnikant sir. And I was like, എനിക്ക് രജനി സാറിനോട് ഹീറോയിനെ വർക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. He's like so much older now. But I really want to work with him. So I was like, okay, I'll do the movie പറഞ്ഞു. അതായിരുന്നു എൻ്റെ ഡെബ്യൂ. And അത് കഴിഞ്ഞ് I signed master after a few months. അപ്പോൾ I got a lot of love from Tamil audience. എനിക്ക് as an actor, as a public figure, എനിക്ക് ഏറ്റവും ഫേസ്റ്റും ഏറ്റവും കൂടുതലും ലവും അഡോറേഷനും ഒക്കെ കിട്ടിയത് തമിഴ് ഓഡിയൻസിൻ്റെ അടുത്താണ്. വിച്ച് ഇസ് വൈ ഐ ഫീൽ ലൈക്ക് സംവെയർ തമിഴ് സിനിമ ഫീൽസ് ലൈക്ക് ഹോം ടു എ വെരി ലാർജ് എക്സ്റ്റെൻറ്റ് ബിക്കോസ് ഐ ഫീൽ ലൈക്ക് പീപ്പിൾ ആക്സെപ്റ്റഡ് മീ, മൈ ലുക്സ് and just had a lot of love to give to me, you know. അവർ കുറച്ചുകൂടി എക്സ്പ്രസീവ് കൂടിയാണല്ലോ. അതെ, ഐ ലവ് ഹൗ എക്സ്പ്രസീവ് തമിഴ് പീപ്പിൾ ആർ. ഇറ്റ്സ് വെരി നൈസ്. ഞാൻ കേട്ടിട്ടുണ്ട് തെലുങ്കും അതിനേക്കാൾ മുകളിലാണെന്ന്. ആഫ്റ്റർ റിലീസ് നമുക്ക് കാണാം എങ്ങനെയാണ്. ഞാൻ ഡിസംബർ കഴിഞ്ഞ് പറയാം, ഞാൻ മെസ്സേജ് ചെയ്ത് പറയാം. തെലുങ്ക് ഓഡിയൻസ് ഇങ്ങനെയാണ്, വളരെ ലവിങ് ആണ്, സ്വീറ്റ് ആണ്. അല്ല, അവർ പൊതുവെ അങ്ങനെയാണല്ലോ. അതെ അതെ, ഒരു സിനിമ they love cinema, they love actors, they love characters, they love dance, like they just love the magic of movies. Telugu people, and so it's like a great place to work because you're getting so much of love and fandom. ഞാൻ മറ്റത് ചോദിക്കാൻ കാരണം, ഇപ്പം ചിലർ പറയാറുണ്ട് ഇപ്പം നമ്മൾ എങ്ങനെയാണ് അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഓഡിയൻസ്, ഇപ്പം പ്രത്യേകിച്ച് മലയാള സിനിമയിലൊക്കെ. ഇപ്പോൾ ഒരുപാട് മേക്കപ്പ് ഇട്ട് വേറൊരാളായി കാണുക, അങ്ങനെയൊന്നും ആവശ്യമില്ല, റിയൽ ആയിരിക്കുക എന്നുള്ളതിനെ കൂടുതൽ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന്. പക്ഷെ അതേസമയം ഒരു പ്രഷർ ഉണ്ടല്ലോ ആൾക്കാർക്ക്, ബ്യൂട്ടിഫുള്ളായി ഇരിക്കുക, അതിനൊക്കെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് ചെയ്യുക, അങ്ങനെ ഒരു പ്രഷർ പൊതുവെ ഫീൽ ചെയ്യുന്നുണ്ടോ? പക്ഷേ ഈ ബോഡി ഷേമിങ് എപ്പോഴും വളരെ കോമൺ ആണ്. ഉണ്ടല്ലേ? എനിക്ക് ഐ ഡോണ്ട് നോ ഇഫ് ഐ ഷുഡ് നെയിം പീപ്പിൾ, ബട്ട് ഇപ്പം യങ് ആയിട്ടുള്ള മലയാളത്തിലൊക്കെ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ആക്ട്രസ് ഉണ്ട്. And I keep seeing people like body shame her, saying she's so thin, you know, and she's a very pretty girl, she looks beautiful, she's an amazing performer. And I'm like, അത് ആ ഒരു പ്രായത്തിൽ ചിലപ്പോൾ നമ്മുടെ ബോഡി, എൻ്റെ ബോഡിയൊക്കെ ഒരു ഞാൻ 20-21 years old ഒക്കെ ആവുന്ന സമയത്ത് വളരെ സ്കിന്നി ആയിരുന്നു. സ്ലിമ്മും പറയാൻ പറ്റില്ല, യുനോ, സ്കിന്നി. പക്ഷെ ദാറ്റ്സ് ഓക്കെ, അത് നമ്മുടെ ബോഡീൻ്റെ ഒരു പ്രോഗ്രഷൻ ആണ്. എൻ്റെ ബോഡിയൊക്കെ കുറേ കൂടി ചേഞ്ച് ആയത് ഞാനൊരു 24-25 years old ഒക്കെ ആയപ്പോഴാണ് എൻ്റെ ബോഡി കുറച്ചുകൂടി കേർവി ആയത് നാച്ചുറലി. I didn't even have to do anything, work out or, you know, do some surgeries. Like, I've never done any surgeries, just FYI. But so people have to accept people at that age also. So trolling still happens a lot, if I may add so. But what were you saying about looks? പലരും ഇപ്പം ഇങ്ങനെ ബ്യൂട്ടിഫുൾ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ഫീച്ചേഴ്സ് ഇത്ര ഷാർപ്പായിരിക്കും, അതിനൊക്കെ വേണ്ടി ഈ പറഞ്ഞ പോലെ പല സർജറീസ്, പല കാര്യങ്ങളും ചെയ്യേണ്ടി വരുന്നത് ഈ പ്രഷർ കാരണമാണോ എന്ന് ചോദിക്കാറുണ്ട്. I think so. But I think a lot of people feel like ഇപ്പം അതൊക്കെ ഈസിലി ചെയ്യാൻ പറ്റുമല്ലോ. So if you can do that and enhance your looks, why not? You know, that's the approach I see like most people taking. Yeah, എനിക്ക് എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കും. പിന്നെ എനിക്ക്, you know, ഷമീൻ, ചിലപ്പം I think it's also that it's been a long process to like I'm very comfortable. I love myself, not in a narcissistic way, പക്ഷേ ഞാൻ എൻ്റെ ബോഡിയിൽ കംഫർട്ടബിൾ ആണ്. ആൻഡ് ഇറ്റ്സ് ടേക്കൻ മീ എ ലോങ് ജേർണി ടു റീച്ച് ദേർ. നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. പിന്നെ ഐ ഫീൽ ലൈക്ക് ഐവ് ഗോട്ടൻ എ ലോട്ട് ഓഫ് ലവ് ഫ്രം ദി ഓഡിയൻസ്, ഡിഫറെൻറ്റ് ഓഡിയൻസസ്, ഫോർ മൈ നാച്ചുറൽ ലുക്സ്. അപ്പോൾ എനിക്കത് ട്വീക്ക് ചെയ്യണം, അത് ചേഞ്ച് ചെയ്യണം, അങ്ങനത്തെ ഫീലിംഗ് തോന്നിയിട്ടില്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം if it makes somebody feel better, if it improves their confidence, then why not? I'm nobody to judge if somebody else wants to do it, right? Like, we should just stop judging women. Yes. അത്രേ ഉള്ളൂ. Do what makes you happy. അച്ഛനെ മാളവികയുടെ ഇഷ്ടമുള്ള സിനിമ ഏതാ? അച്ഛൻ സിനിമയിലാണ്, അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഒബ്സർവ് ചെയ്യുന്ന ഒരാളായിരിക്കും. അപ്പം ആസ് എൻ ആക്ടർ എങ്ങനെയാ? ഷമീൻ, എൻ്റെ അച്ഛൻ ഒട്ടും ഇമോട്ട് ചെയ്യാത്ത ഒരു, he's very sensitive, he has a lot of emotions and he's a sweetheart, okay? He's one of the most ഞാൻ എൻ്റെ പോസ്റ്റിന്റെ ഒരു ക്യാപ്ഷൻ ഇട്ടിട്ടുണ്ടായിരുന്നു റീസെന്റ്, അച്ഛൻ്റെ ബർത്ത്ഡേ കിട്ട പോസ്റ്റിന്റെ. ഞാൻ കണ്ടു, men like you, they don't make men like that anymore. They really don't. In fact, because I've grown up with a man like that, it set my standard very high for a man I want to be with.
അത്ര കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല. He will never communicate his emotions or what he feels and or give compliments very openly. അത് but he'll show it in his own ways. അപ്പൊ അങ്ങനെ ഓപ്പൺലി പറയാറില്ല that this is the film I liked. വീട്ടിലപ്പോൾ സിനിമ സംസാരിക്കും. അപ്പോൾ ഒരു പ്രോജക്റ്റ് വരാണെങ്കിൽ അത് ചെയ്യാൻ പോകുന്നതിനെ കുറിച്ചൊക്കെ പറയാറുണ്ട്. ഒരു ബ്രീഫ് ഡിസ്കഷൻ നടക്കും, പക്ഷെ അത്രേ ഉള്ളൂ. അങ്ങനെ ഇൻ ഡെപ്തോ നത്തിങ് ലൈക്ക് ദാറ്റ്. ദേ ആർ ലൈക്ക് യു ഡിസൈഡ് ആൻഡ് വിൽ സപ്പോർട്ട് യു ഇൻ യുവർ ഡെസിഷൻ. അത്രേ ഉള്ളൂ. സിമ്പിൾ ഫിലോസഫിയാണ്. പക്ഷെ എൻ്റെ പേരൻസ് for two people who've grown up in, when they were growing up, പയ്യന്നൂർ ഒരു വളരെ സ്മോൾ ആയിട്ടുള്ള ഒരു ടൗൺ ആയിരുന്നു. And all their formative years till they were like in their early 20s, രണ്ടാളും അവിടെയാണല്ലോ ജീവിച്ചത്. അത് കഴിഞ്ഞിട്ടാണ് ബോംബെയിലേക്ക് ഷിഫ്റ്റ് ചെയ്തത്. For two people who've grown up in a very small town, they are so progressive in their thinking. They're very open-minded, very liberal. But at the same time, very strong value system, a lot of integrity. And, they wired me and my brother to not chase superficial things. Yes. Like even today, if I go to Europe and if I come back and if I bought a lot of brands, if I bought a lot of expensive bags and all of that, achan adhigonum parayilla, but he'll be like, this is like such a waste of money, But why? Like, what is the point of spending so much on a bag? What is the point of, Yes. appo angana nammal wire ittund that that just go do whatever you want, but but always know the difference between meaningful things and meaningless things. So that's beautiful. So ഹൃദയപൂർവ്വം പ്രേക്ഷകരെല്ലാവരും ഹൃദയപൂർവ്വം സ്വീകരിക്കട്ടെ. മാളവികനെയും തിരിച്ചു വരവാണ്. ആൻഡ് ഞങ്ങൾക്ക് ഇനി ഇടയ്ക്കിടയ്ക്ക് മലയാള സിനിമകൾ കാണണം. Definitely. Yes, I hope so. ആൻഡ് ഈ ഓണം സാരിയിൽ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. സാരികൾ ഉടുക്കാൻ ഇഷ്ടമാണ് അല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഐ എം ഓൾവേസ് വെയിറ്റിംഗ് ഫോർ എ ചാൻസ് ടു വെയർ എ സാരി. അപ്പോൾ എനിക്ക് ഇപ്പം ഓണം കൂടി ആയതുകൊണ്ട് ഐ തോട്ട് വൈ നോട്ട്, ലെറ്റ്സ് ഗോ ഓൾ ഔട്ട്. അപ്പോൾ ഹാപ്പി ഓണം. പയ്യന്നൂരാണെന്ന് പറഞ്ഞല്ലോ, എൻജോയ് ചെയ്യാനാണ്. ആൻഡ് താങ്ക് യു സോ മച്ച്. താങ്ക് യു ഷമീൻ, ഇറ്റ് വാസ് സോ ലവ്ലി സ്പീക്കിംഗ്. സെയിം ഹിയർ. താങ്ക് യു. താങ്ക് യു.